ആരോഗ്യ വകുപ്പ് മന്ത്രി ഡൽഹി വരെ വന്നിട്ട് തലേ ദിവസം മാത്രമാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് പോലും ചോദിച്ചത് എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഇവരെടുക്കുന്ന സമീപനവും സ്ത്രീകൾ എന്ന നിലയിൽ അവർ സ്ത്രീകളോട് അല്ലെങ്കിൽ ജനസമൂഹത്തിനോട് അവർ ആത്മാർത്ഥത പുലർത്തുന്നുണ്ടോ എന്ന് കൂടി ചിന്തിക്കണം. തൊഴിലാളി വർഗത്തോട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന എന്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുകൂടി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ സംസ്ഥാന സർക്കാർ എടുക്കുന്ന സ്ത്രീ വിരുദ്ധ നിലപാടും തൊഴിലാളി വിരുദ്ധ നിലപാടുമൊക്കെ ദേശീയ കമ്മിറ്റി CPM-ന്റെ അംഗീകരിക്കുന്നുണ്ടോ എന്നുകൂടി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ എടുക്കുന്ന സമീപനം സ്ത്രീ വിരുദ്ധത തീർച്ചയായും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ സ്ത്രീകളും അമ്മമാരും സഹോദരിമാരും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനെതിരെയൊക്കെ തന്നെയാണ് മഹിളാ കോൺഗ്രസ് ജനുവരി 4-ാം തീയതി കാസർഗോഡ് നിന്ന് മഹിളാ സാഹസ് കേരള യാത്ര ആരംഭിച്ചത്. കേരളത്തിലെ 1474 മണ്ഡലങ്ങളിലേക്കും 941 പഞ്ചായത്തുകളിലേക്കും 86 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമായി 162 ദിവസം എടുക്കുന്ന യാത്ര ഇപ്പോൾ കാസർഗോഡും കണ്ണൂരും വയനാടും ഇടുക്കിയും പൂർണ്ണമായും പൂർത്തീകരിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ 7 നിയോജകമണ്ഡലങ്ങളും പൂർത്തീകരിച്ചു. ഈ യാത്രയുടെ ആദ്യ 2 ഘട്ടങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 322 മണ്ഡലങ്ങളാണ് 1474 മണ്ഡലങ്ങളിൽ പൂർത്തീകരിച്ചത്. ഞങ്ങൾ സഞ്ചരിച്ച ഈ മുഴുവൻ യാത്രയിൽ ഈ 322 എടമലക്കുടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തിയാണ് ഈ യാത്ര കടന്നുപോകുന്നത്. ഈ പോയ സ്ഥലങ്ങളിലെല്ലാം സ്ത്രീകളുടെ രോദനങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അത് ആശാ വർക്കർമാരുടെ ആണെങ്കിലും അംഗൻവാടി ഹെൽപ്പർമാരുടെ ആണെങ്കിലും അതേപോലെ തന്നെ ഓരോ തലത്തിലും പാചക തൊഴിലാളികളാണെങ്കിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിലാളികളാണെങ്കിലും സമസ്ത ജനവിഭാഗങ്ങളും ഈ ഭരണത്തിന് കീഴിൽ അസ്വസ്ഥരാണ്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ. അമ്മമാർ റാഗിങ്ങിന്റെയും മയക്കുമരുന്നിന്റെയും ഏറ്റവും വലിയൊരു കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അമ്മമാർ ആദിയിലും വ്യാധിയിലുമാണ്. ഞങ്ങൾ ഈ യാത്രയിലുടനീളം മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെയൊക്കെ ഉള്ള ഒരു പോരാട്ടം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ഇനി 3-ാം ഘട്ടം തുടങ്ങാൻ പോകുന്നത് കോഴിക്കോട് നിന്നാണ്. ഏപ്രിൽ 5-ാം തീയതിയാണ് അത് ആരംഭിക്കുന്നത്. ആ ഏപ്രിൽ 5-ാം തീയതി മഹിളാ സാഹസ് യാത്രയുടെ 3-ാം ഘട്ടം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ ഇന്ന് മയക്കുമരുന്നിന്റെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്ന ഈ സർക്കാർ അതിനുവേണ്ട നടപടികൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ അമ്മമാർക്ക് മനസ്സമാധാനം നൽകുന്ന തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ യാത്രയുടെ മുദ്രാവാക്യം ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിന് നാം തെല്ലും, കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ ആരംഭിച്ച ഈ യാത്ര അതിനുശേഷം തന്നെയാണ് ആശാവർക്കർമാർ ഈ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടുന്നത്, അംഗൻവാടി തൊഴിലാളികൾ ഈ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടുന്നത്. ഈ സമരത്തിന്റെ ഞങ്ങളുടെ ഈ യാത്രയുടെ മുദ്രാവാക്യത്തോടൊപ്പം ഞങ്ങൾ ഇത് തന്നെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു വലിയ ഒരു ക്യാമ്പയിൻ കൂടി ഈ യാത്രയുടെ ഭാഗമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ യാത്രയോടൊപ്പം തന്നെ ഇതുവരെ മഹിളാ കോൺഗ്രസ് ആയിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് മഹിളകളുടെ ഒരു വലിയ കൂട്ടായ്മ, അത് രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു യോഗം വിളിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരെ കൂടുതൽ കരുത്തോടെ വിരൽ ചൂണ്ടാനുള്ള തീരുമാനമായിട്ടാണ് മഹിളാ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും മുന്നണിക്കകത്തുള്ള മഹിളാ സംഘടനകളും അതുകൂടാതെ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിലെല്ലാം
ഞങ്ങളുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള മുഴുവൻ സംഘടനകളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് തന്നെയായിരിക്കും നടത്താൻ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പറയുന്നതായിരിക്കും. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആദ്യം മുതൽ തന്നെ ഈ സമരത്തിലേക്ക് കടന്നു ചെന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, അതേപോലെ തന്നെ KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, ഓൾ ഇന്ത്യ AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അത് മാത്രമല്ല MLA-മാർ, MP-മാർ ഉൾപ്പെടെയുള്ളവർ, വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ മുഴുവൻ ഞങ്ങൾ എല്ലാവരും തന്നെ ഈ സമരത്തിൽ തുടക്കം മുതൽ ആശാ വർക്കർമാർക്കൊപ്പമാണ്. പാർലമെന്റിനകത്ത് ഈ സമരം തുടങ്ങിയതിന് ശേഷം തന്നെ UDF-ന്റെ MP-മാർ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ലോക്സഭയിലും രാജ്യസഭയിലും ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്തിയത്. പാർലമെന്റിന് പുറത്ത് UDF MP-മാർ സമരം നടത്തിയത്. ഒറ്റപ്പെട്ട ഏതെങ്കിലും ശബ്ദത്തിന്റെ പുറത്ത് കോൺഗ്രസിന്റെ കൂട്ടായ ഐക്യത്തോടെയുള്ള ആശാ വർക്കർമാരുടെ സമരത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ല യാഥാർത്ഥ്യം. കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആശാ വർക്കർമാരുടെ ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ഒരു കോസാണ്. ഞങ്ങൾക്കാർക്കും ഇതിൽ നിന്ന് പിന്മാറി നിൽക്കുവാനോ ഒരു എതിരഭിപ്രായമോ ഇതിലില്ല എന്നുള്ളത് കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമുന്നതരായ നേതാക്കൾ ഒരു വട്ടമല്ല പലവട്ടം പോയി ഈ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിയമസഭയിൽ സംസാരിക്കുന്നു, പാർലമെന്റിൽ സംസാരിക്കുന്നു, സമരങ്ങൾ നടത്തുന്നു. അതെല്ലാം കോൺഗ്രസിന്റെ ഒരു ചിന്താഗതിയാണ്, കോൺഗ്രസിന്റെ പാർട്ടി ലൈനാണ്. ആ കോൺഗ്രസിന്റെ പാർട്ടി ലൈനിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് മഹിളാ കോൺഗ്രസും അതെ ഞങ്ങൾക്ക് അഭിമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്. കോൺഗ്രസ് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഈ സമരം സ്വർണ്ണ ലിപികളിൽ കേരളത്തിലെ സമരങ്ങളിൽ എഴുതി ചേർക്കാൻ പോകുന്ന ഈ സമരത്തിൽ കോൺഗ്രസിന്റെ മുഴുവൻ പിന്തുണയും ആ സമരത്തിനുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് മറ്റൊരു അഭിപ്രായമില്ല. അല്ല, അങ്ങനെ ആരെങ്കിലും വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കണം. ഞാനത് കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സമുന്നതരായ ഇല്ല, സ്വാഭാവികമായിട്ടും ഞങ്ങൾ എല്ലാവരും പറയേണ്ടത് സമരത്തിലുള്ളവർക്ക് ഒരു സ്റ്റാൻഡ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. അതിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളത്. അത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും മഹിളാ കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും എല്ലാവർക്കും ആശാ വർക്കർമാരോടുള്ള ഒരേ ഒരു സമീപനമാണ്. ആ സമീപനം നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ അത് പ്രതിഫലിച്ചു കഴിഞ്ഞിട്ട് അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ഞങ്ങൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമോ? ആശാ വർക്കർമാരോട് ജെന്യുവിൻ ആയിട്ടുള്ള അവരുടെ കൺസേൺസിനെ അഡ്രസ് ചെയ്യാനായി അവർ ഇത്രയും 48 ദിവസമായി ജീവൻ മരണ പോരാട്ടം നടക്കുമ്പോൾ അവരുടെ ശബ്ദമായി മാറിയവരെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവാതെ അതിൽ നിന്നും മറ്റാരെങ്കിലും ഒറ്റപ്പെട്ട ഒരു ശബ്ദം പറയുമ്പോൾ അതിനെതിരെയാണോ പറയുന്നത്? മഹിളാ കോൺഗ്രസ് പൂർണ്ണമായും ആശാ വർക്കർമാരോടൊപ്പമാണ്. കോൺഗ്രസ് പൂർണ്ണമായും ആശാ വർക്കർമാരോടാണ്.
അതിനുള്ളൊരു മറുപടി പറയേണ്ടത് ഞാനല്ലാത്തത് കൊണ്ട് ഞാൻ ആ മറുപടിയിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഞാൻ പറയുന്നു, മഹിളാ കോൺഗ്രസ് എന്ന സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും രാജ്യസഭ MP എന്ന നിലയിലും ഞാൻ പറയുന്നു, കേരളത്തിലെ മലയാളികൾ, ജനങ്ങൾ, അവർ വീടുകളിൽ ഇരിക്കുന്ന അമ്മമാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കുടുംബാംഗങ്ങളാണെങ്കിലും അവര് മനസ്സുകൊണ്ട് ഈ ആശാ വർക്കർമാരോടൊപ്പമാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 3 പ്രാവശ്യം മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആശാ വർക്കർമാരുടെ പ്രവർത്തനത്തെ കുറിച്ച് നേരിട്ട് ബോധ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി ഞാൻ പറയുകയാണ്. ഇതിൽ നിന്ന് ഇനി ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവര് കൂടി ഇതിലേക്ക്, ഈ ആശാ വർക്കർമാരുടെ സമരത്തിലേക്ക് അണിചേരണം എന്ന ആഹ്വാനം കൂടി ഞാൻ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ കേട്ടില്ല. ഇവിടെ കോൺഗ്രസിന്റെ മുഖങ്ങൾ ആരാണ്? നിങ്ങൾ കോൺഗ്രസിന്റെ മുഖങ്ങൾക്ക് പ്രാധാന്യം കുറച്ച് കാണിക്കാനാണോ ആഗ്രഹിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖം ശ്രീ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് മുഴുവൻ അവിടെ സമരപ്പന്തലിലേക്ക് ഒരു വട്ടമല്ല പലവട്ടം കടന്നു എന്നിട്ടും നിങ്ങൾ വീണ്ടും ആ ഒരു മാഗ്നിറ്റ്യൂഡ്, ഇല്ലസ്ട്രിയസ് ലീഡേഴ്സ് ആണ് ആ സമരത്തിനെ പിന്തുണയ്ക്കുന്നത്. കേരളത്തിന്റെ കോൺഗ്രസിന്റെ മുഖം എന്ന് പറയുന്ന മുഴുവൻ നേതാക്കന്മാരും അവിടെ സമരത്തിലെത്തി. ഒരു വട്ടമല്ല, ഞാൻ വീണ്ടും പറയുന്നു, പലവട്ടം. ശ്രീ KC വേണുഗോപാൽജി ഇന്നും അവിടെ സമരപ്പന്തലിൽ ചെന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരെ ചെന്ന് കണ്ട് അവിടെ ആ നിരാഹാര സമരം നടത്തുന്നവരെ കണ്ടിട്ടാണ് ഇന്ന് ആലപ്പുഴയിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ മുഴുവൻ നേതാക്കന്മാരും കോൺഗ്രസിന്റെ ഉള്ളപ്പോൾ അതിനെ ഒരു ചെറുതാക്കി കാണിക്കുന്ന സമീപനം ഏതായാലും ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. രണ്ട് വാർത്തകൾ വരുന്നത്, ഒരുപക്ഷത്ത് INGC വിയോജിക്കുന്നു, പരസ്യമായി സമരത്തെ തള്ളുന്നു, മറുപക്ഷത്ത് അതേ ദിവസം തന്നെ മറ്റൊരു തലക്കെട്ട് കൂടിയുണ്ട്, അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നിഷേധിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളൊക്കെ പോയി ഈ രീതിയിൽ ചെയ്തോട്ടെ എന്നുള്ള നിലപാടാണോ പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്തുള്ളത്? ഈ ഒരു നിലപാടാണ് ആളുകൾക്കെല്ലാം സംശയമുള്ളത്. ആളുകൾക്ക് സംശയം ഉണ്ടാകേണ്ട ഒരു കാര്യവും അല്ല, സ്വാഭാവികമായിട്ടും ഇതിൽ പല കാര്യങ്ങളുമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് എന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിന്റെ ഒരു അഭിപ്രായം കേരളം ഒന്നടങ്കം ആശാവർക്കർമാരോടൊപ്പം നിൽക്കണമെന്നാണ്. പറഞ്ഞതുകൊണ്ട് ഒരു കൂട്ടം സ്ത്രീകളാണ് അവിടെ കിടക്കുന്നത്, സമരം കിടക്കുന്നത്. അപ്പോൾ സ്ത്രീകളെയാണ് INGC നേതാവ് നിരന്തരം അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീപക്ഷ നേതാവ്, ഒരു മഹിളാ കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയിൽ പാർട്ടിക്കകത്ത് ഇയാളെ അച്ചടക്കം പാലിക്കുക, ഇയാളെ നിലയ്ക്ക് നിർത്തണം ആവശ്യപ്പെട്ടിട്ടുള്ളത് വളരെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അതിനകത്ത് മക്കൾ ക്വസ്റ്റ്യൻ. അല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും എന്നെ പോലെ പാർട്ടി അച്ചടക്കം വളരെ പാലിക്കുന്ന ഒരു വ്യക്തി, എന്റെ ഒരു കാലഘട്ടം, അത് ഏതൊരു യൂത്ത് കോൺഗ്രസ് കാലഘട്ടം മുതലുള്ളത് നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ്. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയുവാനും പുറത്ത് പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറയുവാനുമുള്ള ഒരു സമീപനം എടുക്കുന്ന ഒരു പ്രവർത്തകയാണ് ഞാൻ. അതല്ലാതെ എല്ലാം നമുക്ക് പുറത്ത് വിളിച്ചു പറയേണ്ട ഒരു മെന്റാലിറ്റിയോട് എനിക്ക് അതിനോട് യോജിപ്പില്ല. പ്രത്യേകിച്ചും വളരെ കൃത്യമായ ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വം, ദേശീയ നേതൃത്വം എല്ലാ നേതാക്കന്മാരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ വാർത്തകൾ വന്നതുമാണ്. അപ്പൊ എല്ലാവരും ഒരേപോലെ ഒരു പാർട്ടി ലൈനാണ് സ്വീകരിക്കേണ്ടത്. അത് തന്നെയാണ് പാർട്ടി ലൈൻ. ഏത് വിഷയത്തിലായാലും അതാണ് സ്വീകരിക്കേണ്ടത്. അതിനെതിരെ ആരെങ്കിലും, ഇപ്പൊ ഞങ്ങളെ പോലെയുള്ളവർ, അത് പറയേണ്ട ഇടങ്ങളുണ്ട്, പറയേണ്ട ഇടങ്ങളിലാണ് ചില കാര്യങ്ങൾ പറയേണ്ടത്. പക്ഷെ ഞാൻ റീട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, പാർട്ടി ലൈൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ഒക്കെ എടുക്കുന്ന, കോൺഗ്രസിന്റെ നേതൃത്വം എടുക്കുന്ന ലൈൻ തന്നെയാണ്. ആ ലൈനില് വെള്ളം ചേർക്കാൻ ആരെയും അനുവദിക്കാൻ കഴിയില്ല, അത് അംഗീകരിക്കാനും കഴിയില്ല.